ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആക്കുന്നത് വളരെ കഷ്ടമല്ലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ് വിജയ്ക്ക് ഇപ്പോൾ ഉള്ളത്. വിജയ് ചിത്രം ജനനായകൻ ജനുവരി 9 റിലീസ് ചെയ്യുമോ എന്നുള്ളത് പ്രതിസന്ധിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡിന്റെ കളി തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 19 തന്നെ ഈ ചിത്രം സെൻസറിങ്ങിന് കൊടുത്തതാണ്. അവരുടെ 5 അംഗ സമിതി ചിത്രം കണ്ട് 12ഓളം വെട്ടുകൾ, കാരണം വയലൻസുകൾ വെട്ടി മാറ്റി ചിത്രം റിലീസ് ചെയ്യാന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിർമ്മാതാക്കൾ ഒരു മടിയും കൂടാതെ അത് കട്ട് ചെയ്ത് സെൻസറിങ്ങിന് കൊടുത്തു. ബാക്കി അപ്പം അതിന്റെ കമ്മിറ്റി വേറെ 2 പേര് വേഗം കണ്ട് അത് വേഗം തന്നെ റിലീസിന് സജ്ജമാക്കേണ്ടതാണ്. പക്ഷേങ്കിൽ ഡിസംബർ 19 കൊടുത്ത ചിത്രത്തിന്റെ സെൻസറിങ് ഇതുവരെ, ഇനി ചിത്രം റിലീസ് ചെയ്യാൻ വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതുവരെ അത് സെൻസർ ചെയ്ത് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിങ് കഴിഞ്ഞ US സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ഒരു ചിത്രമാണ് 16+. പക്ഷേങ്കിൽ ഇതുവരെയായിട്ട് സെൻസറിങ് കൊടുത്തിട്ടില്ല. ചിത്രം അറിയാം, രാഷ്ട്രീയ കളിക്ക് വേണ്ടി തന്നെ ഇവർ സെൻസറിങ്ങിന് കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. ചിലപ്പം 9 റിലീസ് ചെയ്യാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ പണി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശിവകാർത്തികേയൻ ചിത്രം ഈ മാസം അവസാനത്തേക്ക് റിലീസ് ചെയ്യാനിരുന്ന ശിവകാർത്തികേയൻ ചിത്രം ജനുവരി 10 ഇവർ മാറ്റാൻ കാരണം അത് തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയം നല്ലപോലെ കളിക്കുന്ന, രാഷ്ട്രീയവും സിനിമയും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് തമിഴ്നാട്ടില്. പക്ഷേങ്കിൽ ഇതിപ്പം ഇരുവശമല്ല, ഒരു വശം മാത്രമാവാനുള്ള സാധ്യതയാണ്. 2 വശത്തും രാഷ്ട്രീയം മാത്രമാവുമെന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തോന്നുന്നു. ആ രീതിയിലാണ് സിനിമ പോകുന്നത്. വിജയ് സിനിമ ഇതിനു മുമ്പും പല പ്രാവശ്യവും ഇതേപോലെ അവസ്ഥകൾ, പല പല കട്ടുകളും, റിലീസിങ് ലഭിക്കാതെയും അതേപോലെ തന്നെ ഇതിന്റെ ലോഞ്ചിങ്ങും ട്രെയിലർ ലോഞ്ചിങ്ങും പല പ്രൊമോഷൻസും ഒന്നും നടക്കാതെയും എല്ലാം പല ചിത്രത്തിനും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിന് അങ്ങനെയല്ല. അവസാന ചിത്രം എന്ന നിലയിലാണ് തിയേറ്ററിലോട്ട് എത്തുന്നത്. ഇതിന് ഭയങ്കര പണിയാണ്. കാരണം അവർ നല്ലപോലെ ഇത് സിനിമ സെൻസർ ചെയ്യുന്നവരും രാഷ്ട്രീയമൊക്കെ നല്ലപോലെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നല്ല പണി ഇവർക്ക് ലഭിക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. കാരണം ഇതൊരു അപരാധ പടത്തിന്റെ റിമേക്ക് ആണെങ്കിൽ പോലും ഇതിനകത്ത് നല്ലപോലെ രാഷ്ട്രീയം കയറ്റാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ അവസാന ചിത്രം നല്ലൊരു ചിത്രമായിട്ട് ഇവർക്ക് വിജയ്ക്ക് എടുക്കാൻ പറ്റാത്ത, നല്ലൊരു തിരക്കഥ ലഭിക്കാത്തതോ അല്ല, ഇവർ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചിത്രം തെരഞ്ഞെടുത്തതും. അതിനുവേണ്ടി തന്നെ രാഷ്ട്രീയം ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ നല്ലപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് തമിഴ്നാടിനെ ശരിക്കും പറഞ്ഞ എടുത്ത് കുലുക്കുന്നത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന് സെൻസറിങ് ഇവർ കൊടുക്കാണ്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ഇലക്ഷനൊക്കെ ആയി സെൻസറിങ്ങും സിനിമയൊന്നും തിയേറ്ററിൽ വലിയ ചലനം സൃഷ്ടിക്കില്ല. അത് ഇവർക്ക് നല്ല പോലെ അറിയാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ സെൻസറിങ് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. കാരണം നല്ലൊരു പടം ആവട്ടെ, നല്ലൊരു വിജയം ആവട്ടെ, സെൻസറിങ് ലഭിച്ച് ഈ ചിത്രം 9 റിലീസ് ചെയ്യട്ടെ എന്ന ആഗ്രഹത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ചിത്രത്തിന് വേണ്ടിയിട്ട്. അപ്പം നല്ലതായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റൺഔട്ട് ആക്കാൻ വരുന്നവരെല്ലാം തിരിച്ച് റൺഔട്ടാക്കി ഈ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ശിവകാർത്തികേയൻ വരെ കളി തുടങ്ങിയിട്ടുണ്ട്. കാരണം സിനിമയിൽ വിജയ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ആ വിജയ് ശിവകാർത്തികേയൻ എന്നുള്ള ലെവലിൽ വന്നതായിരുന്നു. അത് നല്ലപോലെ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സിനിമയും രാഷ്ട്രീയവും രണ്ടും 2 രീതിയിൽ പോട്ടെ. ഞാൻ പറയുന്നത് വിജയ് സിനിമയിലും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകട്ടെ. എന്നാൽ അദ്ദേഹത്തിന് വിജയങ്ങൾ സംഭവിക്കും. അതല്ല, രാഷ്ട്രീയം മാത്രമാണെങ്കിൽ അതുമില്ല ഇതുമില്ലാതെ ആയിത്തീരും. അതിലും ഭേദം രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ സിനിമ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം നല്ലൊരു ചിത്രമായി തീരട്ടെ. കാരണം അപരാധ സീനുകളെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ ഇവർ ചിത്രീകരിച്ച് നല്ലപോലെ ആയിട്ട് ഇവർ ഇറക്കട്ടെ. ഈ സെൻസറിങ് എല്ലാം നല്ല രീതിയിൽ ലഭിക്കട്ടെ. എന്നിട്ട് ചിത്രം ജനുവരി 9 തന്നെ റിലീസ് ചെയ്യാൻ കഴിയട്ടെ, നമുക്ക് കാണാനും കഴിയട്ടെ, നല്ല ചിത്രമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.